ശ്രീ ഷാബു പ്രസാദ്, ക്ഷാമമുണ്ടോ എന്ന് ചോദിച്ചാൽ ക്ഷാമം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പാചകവാതകത്തിൽ. അതാദ്യം പിടികൂടിയിരിക്കുന്നത് വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളെയാണ് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. മറ്റ് കടകളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് ഈ പാചകവാതക ക്ഷാമം. അത് ഇല്ല എന്ന് കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയിലെ റിഫൈനറികളിൽ പാചകവാതകത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് കൂട്ടുമെന്നുള്ള കാര്യത്തിലും അതിലുമൊക്കെ ആശങ്കയുള്ള ഒരു സാഹചര്യമാണ്. കപ്പലുകൾ വരുന്നുണ്ട് വിദേശത്ത് നിന്ന് പാചകവാതകവുമായിട്ട്. 2 കപ്പലുകളുടെ കാര്യം ഇന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതോടുകൂടി കുറച്ചുകൂടി ആശ്വാസമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ക്ഷാമമില്ല എന്ന് പറയുവാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത നടപടി ഇതിന് പര്യാപ്തമാണോ എന്ന ചോദ്യം, ഒപ്പം ഇന്ത്യയുടെ നയതന്ത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ത്യ ഈ രീതിയിലാണോ പ്രതികരിക്കേണ്ടത് എന്ന്. നോക്കൂ അഭിലാഷേ, ഇവിടെ നമ്മളുടെ ഈ പെട്രോളിയം ഉപഭോഗത്തിന്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോൾ എവിടെ നിന്നാണോ ഇറക്കുമതി ചെയ്യുന്നത് അവിടെ പ്രശ്നമായി നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ പെട്രോളിയം ഏതാണ്ട് നമുക്ക് 90 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഉണ്ടാക്കിയത്. കാര്യം നമുക്ക് പണ്ട് ഗൾഫ് യുദ്ധകാലത്തൊക്കെ ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. പെട്രോൾ കിട്ടാനില്ല. 5 ലിറ്ററിൽ കൂടുതലും ബസ്സിന് പോലും കൊടുക്കുന്ന ഡീസൽ, 10 ലിറ്ററിൽ കൂടുതലൊന്നും ബസ്സിന് പോലും ഡീസൽ കൊടുക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ആ അവസ്ഥ ഇല്ല. പിന്നെ ഇവിടെ ബിസത്തിനും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് LPG സ്റ്റോർ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് LPG സ്റ്റോർ ചെയ്യുന്നില്ല എന്ന്. പെട്രോളിയം സ്റ്റോർ ചെയ്യുന്നത് പോലെ അല്ല LPG സ്റ്റോർ ചെയ്യുന്നത്. ലോകത്തൊരിടത്തും LPG ഹ്യൂജായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടൺ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല. അതിൻ്റെതായ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. പെട്രോളിയം എന്ന് പറയുന്ന ക്രൂഡാണത്. ആ ക്രൂഡ് ലിക്വിഡ് ഫോമിൽ നാച്ചുറലായിട്ട് തന്നെ മറ്റേത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണത്. പെട്രോളിയം ഗ്യാസിനെ വലിയ മർദ്ദത്തിൽ ആക്കുമ്പോഴാണ് അത് ലിക്വിഡ് ആകുന്നത്. അത്ര വലിയ വൻ മർദ്ദത്തിൽ കോടിക്കണക്കിന് ടൺ, ലക്ഷക്കണക്കിന് ടൺ LPG സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീകരമായ ബോംബ് പോലെയാണ്. അങ്ങനെ ഇവർക്ക് ഇങ്ങനെ കിടന്ന് പറയാമെന്നുള്ളതല്ലാതെ ഇതിന്റെ പുറകിൽ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. ലോകത്ത് എല്ലായിടത്തും ഇങ്ങനെയാണ്. LPG വരുന്നത് ആ സപ്ലൈ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് LPGയുടെ സപ്ലൈ ഉള്ളത്. അല്ലാതെ വെറുതെ എടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി പൂട്ടി വെക്കാൻ പറ്റുന്ന അല്ല ഇത്. അത് ബേസിക് നോളജ് ആണത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ നയതന്ത്രപരമായിട്ട് പരാജയപ്പെട്ടു. വെറുതെയാണോ അവിടുന്ന് ഈ ഹോർമുസ് വഴി കപ്പലുകൾ ഇങ്ങോട്ട് വരുന്നത്? അതേപോലെ തന്നെ LPGയുടെയും പെട്രോളിയത്തിന്റെയും ഓൾട്ടർനേറ്റ് സോഴ്സിൽ കൂടെ നമുക്ക് പെട്രോളിയം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ക്ഷാമത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ കാര്യം, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷത്തിൽ നിന്ന് മറ്റൊന്നും ഈ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള ഒരു ഉത്തരവാദിത്വം പ്രതീക്ഷിക്കുന്നതേ അബദ്ധമാണ്. ഈ പവൻ ഖേര അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വളരെയധികം പരിഭ്രാന്തി ജനങ്ങൾക്കുണ്ടാക്കിയ ഒരു സംഭവമാണ്. പവൻ ഖേരയുടെ ട്വീറ്റ്, അത് പവൻ ഖേര മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമാണ്. അദ്ദേഹം ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഈ അവസരത്തിൽ ജനങ്ങളിൽ പരമാവധി പരിഭ്രാന്തി വരുത്തി ഈ അവസരത്തിനെ മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാരിന് വിതരണം റെസ്ട്രിക്ട് ചെയ്യേണ്ടി വന്നത്. ഇപ്പോഴത്തെ ഇന്ന് ഞാൻ വായിച്ചതാണത്. ആവറേജ് കേരളത്തിൽ ഒരു ദിവസം വരുന്ന ബുക്കിംഗ് 35-40 ലക്ഷം സിലിണ്ടറാണ്. ഈ കഴിഞ്ഞ കുറച്ച് ഇവന്മാർ ഈ പണി തുടങ്ങിയതിന് ശേഷം ഓരോ ദിവസവും ബുക്കിംഗ് വരുന്നത് 90 ലക്ഷം വരെയാണ്. 85-90 ലക്ഷം വരെ. ആൾക്കാരുടെ പരിഭ്രാന്തി കാരണം ഈ സമയത്ത് ആൾക്കാർ വാങ്ങിക്കൂട്ടും. കരിഞ്ചന്തക്കാർ വേറൊരിടത്ത് വാങ്ങിക്കൂട്ടും. അത് മാർക്കറ്റിൽ മറച്ചു വയ്ക്കാനുള്ള ശ്രമം ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാർ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ശ്രീ മോഹനപിള്ള, ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നയതന്ത്രം ശരിയായില്ല, ഇന്ത്യ ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടിയിരുന്നത്, ഇന്ത്യ പൂർണ്ണമായിട്ടും അമേരിക്കൻ ഇസ്രായേൽ പക്ഷത്തേക്ക് ചേർന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇറാൻ ഇന്ത്യക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഈ കപ്പലുകൾ കടന്നു പോരുന്നതിന് വേണ്ടി. അതെന്ന് കേന്ദ്ര സർക്കാർ എടുത്തു പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രം വിജയിച്ചതിൻ്റെ ഒരു സൂചനയല്ലേ ഇത് കാണുന്നത്? മഞ്ജുഷ്, നമ്മൾ ലാസ്റ്റ് ടൈമിലും ഡിസ്കസ് ചെയ്തത് കാര്യം മോർ ഇൻടു US ഇസ്രയേൽ സൈഡിലോട്ട് ലീൻ ആയി എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ടോട്ടലി ഇറാനെ അവോയ്ഡ് ചെയ്തു ആ ഒരു രീതിയിൽ വന്നിട്ടില്ല. കാര്യം ടോട്ടലി അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ കൊച്ചിൻ ഹാർബറിലൊന്നും ഒരിക്കലും ഇറാൻ ഷിപ്പൊന്നും അടുക്കത്തില്ലല്ലോ. പക്ഷേ ഔട്ട്സൈഡ് വേൾഡ് ഒരു പ്രൊജക്ഷൻ ഉണ്ടായി, ഇന്ത്യ ഈസ് വിത്ത് ഇസ്രയേൽ അല്ലെങ്കിൽ ഇസ്രയേൽ US ഗ്രൂപ്പിങ്ങിന്റെ കൂടാണ് ഇന്ത്യ എന്നൊരു ഇമേജ് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള കാരണം ഒരു റോങ് ടൈമിലാണോ പ്രൈം മിനിസ്റ്റർ ഇസ്രയേലിലെത്തി അക്കോർഡുകളൊക്കെ സൈൻ ചെയ്തത്? ആ ടൈമിങ്ങിന് ഒരു പ്രശ്നമാണ്. കാര്യം അത് വെച്ച് പക്ഷേ ഇറാൻ ആ പ്രശ്നം ഇല്ല എന്നതിന്റെ വ്യക്തമായ സന്ദേശമല്ലേ ഇത്? ഇന്ത്യൻ ഷിപ്പുകളെ തടയുന്നില്ല. സ്വാഭാവികമായിട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഓപ്പൺ ആയിട്ട്, അതായത് ഇന്ത്യയിൽ നിന്ന് വളർന്നു വരുന്ന ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഒപ്പീനിയൻ ഇതല്ലായിരുന്നു. കാര്യം ഡയറക്റ്റ് ഇൻവേഡ് ചെയ്തപ്പോൾ ദെൻ ആൻഡ് ദെയർ ഖമേനിയെ വധിച്ചപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കണമായിരുന്നു. അത് ഇറക്കിയില്ല. അതിനൊരു സംശയം ജനിപ്പിച്ചു. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ്. ആർക്കും അത് ഡിനേ ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഈ GCC കൺട്രീസിലോട്ടുള്ള അറ്റാക്ക് വരുമ്പോഴൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി ആർ ദ വൺ ഹൂ ഈസ് പ്രൈമർലി അഫക്റ്റഡ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് അഫക്ട് ചെയ്തിരിക്കുന്ന കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് റീസൺ ബിക്കോസ് ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കൊരു മീഡിയേറ്റർ ആകാമായിരുന്നു. പക്ഷെ അത് ഫലം കാണുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ ആണല്ലോ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇസ്രയേലും സൗദിയും കൂടി ഇന്ത്യയുടെ മീഡിയേഷനില് സൗദി ഇസ്രയേലിലോട്ട് പോകുന്ന ഫ്ലൈറ്റിന് അവരുടെ എയർ സ്പേസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ബിക്കോസ് ഇന്ത്യയാണ് അത് മീഡിയേറ്റ് ചെയ്തത്. അപ്പം ഇന്ത്യക്ക് ഒരു മീഡിയേഷൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിനകത്ത് ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷേ മാർക്കറ്റിംഗ്, ഐ മീൻ ദ പ്രസന്റ് ട്രേഡ് റിലേഷൻ വിത്ത് US ആൻഡ് ഫോർ ഗോയിങ് വിത്ത് ദ റഷ്യൻ ട്രേഡ് റിലേഷൻ, അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായി. ദാറ്റ് ഈസ് എ ഫാക്ട്. ആ ഇംബാലൻസ് ഉണ്ടായി എന്നുള്ള രീതിയിൽ ആ ബാലൻസ് കൂടുതൽ ഇത് വെക്കുമ്പോൾ വേ ചെയ്യുമ്പോൾ ജനറലി ഫോറിൻ പോളിസി ഇസ് എ ബാലൻസിങ് മീൻസ് ബാലൻസിങ് പവർ വിത്ത് പവർ. അപ്പൊ ഈ ബാലൻസ് ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ വെയിറ്റ് ഒരു സൈഡിൽ ഇച്ചിരി കൂടിപ്പോയി. US സൈഡിൽ അല്പം കൂടിപ്പോയി, അവിടെ വെയിറ്റ് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ ആണ് ഈ ക്രിറ്റിസിസം വന്നത്, വിമർശനം. അത് സ്വാഭാവികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരെ മറിച്ച് ക്രിറ്റിസിസം ഉണ്ടായെന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ക്രിറ്റിസിസം അല്ലേ ഉണ്ടായത്? ആ രാജ്യത്തെ പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പവൻ ഖേരയുടെ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയത്. ഇന്ത്യയിലേക്ക് പാചകവാതകവുമായി 2 കപ്പലുകൾ വരുന്നു, അതിന് ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നത് തെറ്റായ പ്രചാരണമാണ്. അത് അമേരിക്കയിലേക്കാണ് പോകുന്നത് എന്ന് ട്വീറ്റ് ചെയ്ത പവൻ ഖേര, കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.